എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോവാണ് കടായി പനീർ. എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ. ഇത് ഞാൻ എടുത്തിട്ടുണ്ട് 600 ഗ്രാം പനീർ. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. 4 തക്കാളി ചുമചുമാനുള്ളത് ചെറുതായിട്ട് അരിഞ്ഞത്, 3 സവാള സ്ലൈസ് ചെയ്ത് വയ്ക്കാം, തിന്നായിട്ട് അരിഞ്ഞ് വയ്ക്കാം. എന്നിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ഫുൾ വെളുത്തുള്ളി, ഇച്ചിരി പച്ചമുളക്, 4 പച്ചമുളക്, പിന്നെ മല്ലിയില, നമ്മുടെ വീട്ടിലുള്ള മസാലകൾ. അത്രയേ ഉള്ളൂ. ഇത് വെച്ച് നമുക്ക് സൂപ്പറായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ഉണ്ടാക്കാം. റെസ്റ്റോറൻറ്റിനെക്കാട്ടി അടിപൊളി പനീർ ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തരാം. അപ്പോൾ ഞാൻ ചീൻചട്ടിയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടുതൽ എണ്ണ നമുക്ക് വേണ്ട അതിനകത്ത്. കാര്യം ഇതിന് നമ്മൾ ആദ്യം ഈ മസാല ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്, ഫ്രൈ ചെയ്ത് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ഇച്ചിരി ചൂടായതിന് ശേഷം ഞാൻ സവാള അരിഞ്ഞത് ഇട്ടു. പിന്നെ അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇടാൻ പോവാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അറിയാം. കാര്യം ഇത് എന്തായാലും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഇടാം. പിന്നെ ഇതൊരു ബേസ് മസാലയാണ്. ഇപ്പം നമ്മളിങ്ങനെ വറുത്ത് അരച്ച് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കറിയും ഉണ്ടാക്കാം. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ അത് കുറുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല, ക്രീമിൻ്റെ ആവശ്യമില്ല, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. ഇത് ബേസ് മസാല നമുക്ക് റെഡിയാക്കി വെക്കുകയും ചെയ്യാം, ഫ്രിഡ്ജിൽ തലേദിവസം വെക്കുകയും ചെയ്യാം. പിന്നെ ഈ ബേസ് മസാല വെച്ച് നിങ്ങൾക്ക് ഏത് കറിയും ഉണ്ടാക്കാം. ഇത് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ബേസ് മസാല ഉണ്ടാക്കുന്ന റെസിപ്പി. സോ അതെ, ഇപ്പോൾ ഈ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് 5 മിനിറ്റ് സമയത്തേക്ക് അടച്ച് വയ്ക്കാം. ഇത് കണ്ടോ, എല്ലാം റെഡിയായി. നല്ലപോലെ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതൊന്ന് എടുത്ത് മാറ്റി വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അരച്ചാൽ മതി. വെള്ളം ഒഴിക്കാതെ ജസ്റ്റ് അരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് മസാല. ഈ മസാല വെച്ചാണ് നമ്മൾ പനീർ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചീൻചട്ടിക്കകത്ത് ഇനിയിപ്പോൾ ഇച്ചിരി 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ച മസാല അല്ലേ, ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കണ്ടോ, ഇങ്ങനെ ഇത് അരച്ച മസാല ഒന്നും കൂടി നമുക്ക് വരട്ടിയെടുക്കാം. ഈ മസാല നമ്മൾ റെഡിയായതിന് ശേഷം പെട്ടെന്നായിരിക്കും നമ്മുടെ പനീർ കറി, ഒരു 10 മിനിറ്റ് മതി, റെഡിയാവും. പിന്നെ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ബേ ലീഫ്. ഈ ബേ ലീഫിന് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റിൽ പറയണേ എന്താ അതിനെ പറയുന്നതിന്. അപ്പോൾ ഈ മസാല, നമ്മൾ അരച്ച് വെച്ച മസാലയും ബേ ലീഫും കൂടി അത് നല്ലപോലെ നമുക്ക് അതിനെ ഫ്രൈ ചെയ്യാം. പെട്ടെന്നാവും. ഒരു 3 മിനിറ്റ് സമയത്തേക്ക് അടച്ച് വയ്ക്കുക, ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോഴത്തേക്ക് ഇതേ റെഡിയായി നമ്മളുടെ മസാല. കാര്യം ഓൾറെഡി നമ്മൾ വറുത്തരച്ചതാണല്ലോ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഡ്രൈ മസാലകൾ ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, പിന്നെ 1/4 സ്പൂണ് ജീരകം പൊടിച്ചത്, ജീര പൗഡറാണ്. അത്രേ ഉള്ളൂ. വേറെ ഒരു മസാലയും നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമില്ല. നിങ്ങൾക്ക് അടിപൊളി പനീർ കറി വീട്ടിൽ, റെസ്റ്റോറൻറ്റിനെക്കാട്ടി അടിപൊളി പനീർ കറി നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. തക്കാളി ഇൻ കേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റും ഇടാം. പക്ഷേ തക്കാളി ഇട്ടാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിരിക്കും. അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റും ഇടാവുന്നതാണ്. തക്കാളി സോഫ്റ്റ് ആകുന്ന വരെ നമുക്ക് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ചെറിയ തീയിൽ അടച്ച് വയ്ക്കാം. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് സ്വാദിന് ഉപ്പ്, ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രമേ അതിനകത്ത് ഇട്ടാൽ മതി. ഗ്രേവിക്ക് ആവശ്യമുള്ള കാര്യം പനീറിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പനീർക്ക് ഇച്ചിരി ഉപ്പ് പനീറിൽ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിടും. അപ്പോൾ വേറെ ഒരു ഫ്രൈങ് പാൻ ഇടുക. അതിനകത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യോ ബട്ടറോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ഇടാം. ഇതിനകത്ത് നമ്മുടെ പനീർ നമുക്ക് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പനീറിൽ ഞാൻ ഇച്ചിരി ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ അതിനെ ഇച്ചിരി കളർ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഞാൻ ഒരു ഫുഡ് കളറിങ്ങും യൂസ് ചെയ്തിട്ടില്ല. മാർക്കറ്റിൽ കഴിക്കുന്നതിൽ ഒത്തിരി ഫുഡ് കളർ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനത്തെ കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിതിനകത്ത് ജസ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് സോട്ടേ ചെയ്ത് ഫ്രൈ ചെയ്ത് സൈഡിൽ വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റായി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഞാൻ എന്താ പറയുക, തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ എന്നാലും ആ മസാല നമ്മളിങ്ങനെ വറുത്ത് അരച്ച കാരണം
ആ ഗ്രേവി നല്ലപോലെ തിക്കൊരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്നു 1 കപ്പ് പാല്. നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് 1.5 കപ്പോ 2 കപ്പോ ഒഴിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 1 കപ്പ് പാൽ മാത്രമേ ഒഴിച്ചുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് പാൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇതിനകത്ത് ഞാൻ ഇനി ക്രീമോ ഒന്നും ഒഴിക്കാൻ പോകുന്നില്ല. നമ്മുടെ അതേ പനീർ കറി ഇപ്പോൾ റെഡിയാവും. ഇത് ഗ്രേവി നല്ലപോലെ തിളച്ചു. കണ്ടോ, ഗ്രേവി നല്ലപോലെ തിളച്ച് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന പനീരല്ലേ അതിട്ട് കൊടുക്കാം. ഇതാ പനീർ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് മതി. എല്ലാം കൂടി മിക്സ് ആയി തിളക്കട്ടെ. നമ്മുടെ കടായി പനീർ റെഡിയാവും. ഇതിനകത്ത് ഞാൻ 2 ടീസ്പൂൺ കസൂരി മേത്തി ഉണങ്ങിയ ഉലുവാര ഇല ഇട്ടിട്ടുണ്ട്. ഉലുവ ഇല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അത് ഇട്ടാൽ ഒരു നല്ല പ്രത്യേക ഒരു ഫ്ലേവർ വരും. ഇതിനകത്ത് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഒരു കഷ്ണം ബട്ടർ വെണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിയില. ഇതാ നമ്മുടെ കടായി പനീർ റെഡിയാണ്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ അല്ലെങ്കിൽ പുലാവിൻ്റെ കൂടോ കഴിക്കാം. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്കല്ല, നമുക്കും ഭയങ്കര ഇഷ്ടമാവും. ഉണ്ടാക്കിയിട്ട് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് എൻ്റെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.